പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഇതാണ്. അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമുയർത്തി വീശിക്കൊണ്ട് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഇതാണ്. അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വസിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനം. ലൂക്കാ 6:38. നൽകുവിൻ, നിങ്ങൾക്കും നൽകപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ, നൽകുവിൻ, നിങ്ങൾക്കും നൽകപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ മറ്റുള്ളവരെ അളക്കാൻ വിദഗ്ധരാണ്, അല്ലേ? നമ്മൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നമ്മളും അളക്കപ്പെടും. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എന്റെ മരുമോള് കള്ളിയാണ്. എന്താണ്? എന്റെ ഒരു മാല കാണാനില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ മരുമോൾ എന്ത് വന്നിട്ട് പറയും? അമ്മായിയമ്മ, നിങ്ങൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങളും അളക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? നമ്മൾ അയാള് ശരിയല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരല് നമ്മളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അപ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണ് പാവങ്ങളോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കരുണ കാണിക്കാത്തത് ഈശോയെ സങ്കടപ്പെടുത്തുന്നു എന്നുകൂടെ പറഞ്ഞ് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. സുഭാഷിതങ്ങൾ 14:31. സുഭാഷിതങ്ങൾ 14:31. ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടിച്ചവനെ നിന്ദിക്കുന്നു. എളിയവനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. വലതുകരമുയർത്തി വീശിക്കൊണ്ട്, ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടിച്ചവനെ നിന്ദിക്കുന്നു. എളിയവനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എളിയവരോട്, ഇല്ലേ, വലിയവരോട് ദയ കാണിക്കാൻ എളുപ്പമാണ്. എളിയവരോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. കുഞ്ഞുങ്ങളോട് ദയ കാണിക്കുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളോട് നമ്മൾ വളരെ കാരുണ്യപൂർവം പെരുമാറണം. പെരുമാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും. അത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവനെ സൃഷ്ടിച്ചവനെ നിന്ദിക്കുന്നു. എളിയവനോട് ദയ കാണിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്ന ഈശോയുടെ ഒരു ഉപമയാണ് ലാസറിന്റെയും ധനവാന്റെയും ഉപമ. ഈശോ എന്തിനാണത് പറഞ്ഞത്? ദരിദ്രനോട് ദയ കാണിക്കുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാനും, ദരിദ്രനോട് ദയ കാണിക്കാത്തത് ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് പറയാനും, ആ പാപം ചെയ്തവർ, അങ്ങനെ ദൈവത്തെ വേദനിപ്പിച്ചവർ ഒടുവിൽ എവിടെ ചെന്ന് അവസാനിക്കും? ധനവാൻ എവിടെ ചെന്നാണ് അവസാനിച്ചത്? നരകത്തിൽ ചെന്ന് അവസാനിച്ചു. പാവപ്പെട്ടവനോട് കരുണ കാണിക്കാത്തവർ എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ടവരോട് കരുണ കാണിക്കാൻ നമ്മുടെ കയ്യിൽ കുറെ കാശൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അച്ഛാ, പാവപ്പെട്ടവരോട് കരുണ കാണിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തന്നെ വീട്ടിൽ അരി വെക്കാനില്ല. നിനക്ക് നല്ലൊരു വാക്ക് പറയാനുണ്ടോ? സ്നേഹത്തോടുകൂടെ നിനക്കൊരു നോട്ടം നോക്കാൻ 2 കണ്ണ് തന്നിട്ടുണ്ടോ?
അപരന്റെ വേദനകൾ പറയുമ്പോ അത് ക്ഷമയോടെ കേൾക്കാൻ നിനക്ക് രണ്ട് കാത് തന്നിട്ടുണ്ടോ? പാവപ്പെട്ടവന് വേണ്ടി, വേദനിക്കുന്നവന് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കാൻ നിനക്ക് രണ്ട് കരങ്ങളുണ്ടോ? അവന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, അവൾക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നിനക്ക് കാലുണ്ടോ? മുട്ടുകുത്തിയോ, ഇരുന്നോ, നിന്നോ പ്രാർത്ഥിക്കാൻ നിനക്കൊരു ഹൃദയമുണ്ടോ? നിനക്കൊരു പ്രാർത്ഥന അറിയാവോ? അപരന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ അതരത്തിൽ, ഹൃദയത്തിൽ, മനതാരിൽ ഒരു പ്രാർത്ഥനയുണ്ടോ?